എപ്പോഴും പറയാറുണ്ട് ടൂറിസം മേഖലയുമായി കൃഷിയെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ നമുക്ക് ബന്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഫാം ടൂറിസം, അതുപോലെ തന്നെ ഹോം സ്റ്റേ ഇന്ന് ഒരുപാട് അവൈലബിലിറ്റി ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ കുറേ പറയുമ്പോഴൊക്കെ ഹോം സ്റ്റേ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ കൂടെ. നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ടൂറിസ്റ്റ് മേഖല ഒരു ഏരിയയിൽ പോകുമ്പോൾ അധ്യക്ഷൻ ദിവാത്ത മലപ്പുറം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ നാസർ പുള്ളിയിൽ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സുറൂർ, വേദിയിലിരിക്കുന്ന യൂട്യൂബറായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഷിമീൻ, ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള റഷീദുക്ക, ഡോക്ടർ ഹരികൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റു മാന്യ വ്യക്തിത്വങ്ങൾ, ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ അഡ്മിന്മാർ, പ്രിയപ്പെട്ട അംഗങ്ങൾ, പ്രിയമുള്ളവരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം സൂചിപ്പിച്ചു, കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയെ അറിയുന്നവരുടെയും ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. പല പ്രോഗ്രാമുകളും അവർ നടത്താറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും കാണുന്ന ഗെറ്റ് ടുഗദർ, സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ. കൂടുതലായിട്ട് കാണുന്നത് തൂലിക എഴുത്തുകാരുടെ കൂട്ടായ്മകളാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി കൃഷിക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാർഷികവും ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മണ്ണിനെ സ്നേഹിക്കുന്നവരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഒരുമിച്ച് പരസ്പരം ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങി അത് 6 വർഷം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിന് ആദ്യം തന്നെ ഇതിൻ്റെ അഡ്മിന്മാർക്കും ഇതിലെ മുൻകൈയെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അതോടൊപ്പം നിങ്ങളെ തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. കൃഷിയെക്കുറിച്ച് പഠിക്കാൻ, വെറൈറ്റി ആയിട്ടുള്ള പല കൃഷി രീതികളും പഠിക്കാൻ നമ്മുടെ സുറൂറിൻ്റെ പിതാവ് ഇബ്രാഹിം നാജി സംസ്ഥാന കർഷക അവാർഡ് നേടിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമ്മൾ പഞ്ചായത്താണെങ്കിലും ഇവർക്ക് 2 പേർക്കും അവാർഡുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, യുവാക്കൾ അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള ആളുകളൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസം ഉള്ള ഒരു ഏരിയയാണ്. ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ രാമച്ചവും അതുപോലെ തന്നെ നെൽകൃഷിയും എല്ലാം ഒരുപാടുള്ള ഒരു ഏരിയയാണ്. അവിടെയൊക്കെ നമ്മൾ കാണാറ്, മുൻകാലങ്ങളിൽ കൃഷി നടത്തിയിരുന്ന പ്രായമായ ആളുകൾ ഇപ്പോഴും കൃഷി തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാം തലമുറയോ അതല്ലെങ്കിൽ പുതിയ തലമുറ വളരെ അപൂർവം, സുറൂറിനെ പോലെയൊക്കെയുള്ള വളരെ അപൂർവം വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷം. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് എക്കണോമിക് മേഖലയും നമ്മൾ ഇതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഞാൻ ഇവരുടെ അടുത്തും എപ്പോഴും പറയാറുണ്ട്, ടൂറിസം മേഖലയുമായി കൃഷിയെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ നമുക്ക് ബന്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഫാം ടൂറിസം, അതുപോലെ തന്നെ ഹോം സ്റ്റേ ഇന്ന് ഒരുപാട് അവൈലബിലിറ്റി ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ കുറേ പറയുമ്പോഴൊക്കെ ഹോം സ്റ്റേ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ കൂടെ. അവർക്ക് അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ടൂറിസ്റ്റ് മേഖല ഒരു ഏരിയയിൽ പോകുമ്പോൾ ഇന്ന് നമ്മൾ താമസിച്ചത് ഒരു 5000 രൂപ റൂം റെന്റിനാണെങ്കിൽ ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ അതിങ്ങനെ 10,000-വും 15,000-വും ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ബിസിനസ് മേഖലയിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അപ്പോൾ പല ഈ വലിയ വലിയ ഹോട്ടലുകളും അല്ലെങ്കിൽ വലിയ ക്വാർട്ടേഴ്സുകളൊക്കെ പോലുള്ളത് അത്തരം ബിസിനസ് പിടിവലി നടത്തുമ്പോഴാണ് ഹോം സ്റ്റേ പോലുള്ള ഇതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഒരുപാട് ഫോറിനേഴ്സ് ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ്. നമ്മളൊക്കെ അത്തരം മേഖലയിൽ പോകുമ്പോൾ പറയാറുള്ളതാണ്, ഈ ഫോറിനേഴ്സ് വന്ന് താമസിക്കാൻ അവർക്ക് ഏറ്റവും വേണ്ടത് ഹൈജീൻ എന്നുള്ളതാണ്, വൃത്തിയുള്ള റൂം, പിന്നെ അതിന് ഒരുപാട് സംഗതി, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ടൂറിസം, എത്നിക് ഫുഡ്, ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ മേഖലയുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് മേഖലയിലേക്കും കടക്കാൻ സാധിക്കും. നല്ല ഫുഡ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള താമസവും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് ഒരുപാട് ആളുകൾ ഇന്ന് ആവശ്യക്കാരായി വരുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിയെ എങ്ങനെ ടൂറിസവുമായി ബന്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക, അതിലേക്കും കൂടെ കടന്നു ചെല്ലുക.
ഇവിടെ ഒരുപാട് സ്ത്രീകളെയും കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൂട്ടായ്മ രംഗത്തേക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ ഇതിലുണ്ടായിരിക്കും. അവരെല്ലാം ഒരുമിച്ച് നിർത്താനും, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ശബ്ദത്തിലൂടെയോ മാത്രം അറിയുന്നവരെ നേരിട്ട് കാണാൻ ഇത്തരം ഒരു അവസരം ഒരുക്കുക, അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടെയാണ്.